നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തറയിൽ തട്ടിയിട്ട് ഈ വേസ്റ്റ് ഒക്കെ മൊത്തം വാരി കളഞ്ഞോണം. അടിച്ചു വൃത്തിയാക്കിയിട്ട് വേണം അകത്തേക്ക് വരാൻ. കേട്ടല്ലോ? അതാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നത്, ചക്കര. പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി നീ നിർമ്മലാമ്മയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ ആദ്യം എനിക്കൊരു സംശയം തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് കാര്യം പിടികിട്ടി. ഇതെന്തോ പുതിയ നമ്പറാണ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. ഗൗതമനെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാനുള്ള അവരുടെ ശ്രമം പൊളിച്ചത് നിർമ്മലാന്റിയാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. അതിനുള്ള പ്രതികാരമാണ് ഈ ചെയ്തത്. ആ സംശയം എനിക്ക് തോന്നിയതുകൊണ്ടാ കൃത്യമായിട്ട് കഥ ഡൈവേർട്ട് ചെയ്ത് ഞാനത് ശിവാനിയുടെ തലയിൽ കൊണ്ട് വെച്ചു കൊടുത്തത്. സത്യം പറഞ്ഞ മോൾ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ ഭൂമി പിളർന്ന് താഴെ പോകുന്നത് പോലെ എനിക്ക് തോന്നിയത്. സത്യം പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് മോൾ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയപ്പോ ശരിക്കും ഞാൻ പേടിച്ചു. പക്ഷേ മാറ്റി നിർത്തി കാര്യം പറഞ്ഞപ്പോഴല്ലേ ഉദ്ദേശം മനസ്സിലായത്. അല്ല, മാറി നിന്ന് നിങ്ങൾ സംസാരിച്ചെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ഗൗതമന് മനസ്സിലായില്ലേ? വേറൊന്നും പറഞ്ഞില്ല. അങ്ങനെയല്ല, എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ. എന്നാലല്ലേ ഇതെടുത്ത് എനിക്ക് വേറെ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ പറ്റൂ. അല്ലേ നിർമ്മലാമ്മേ? എന്നെ പിടിച്ചോണ്ടേ മാറ്റി നിർത്തിയിട്ട് നിധിമോളുടെ ഒരു അഭിനയം ഉണ്ടായിരുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആന്റി, ഞാൻ പറഞ്ഞതുപോലെ തിരികെ അവിടെ ചെന്ന് പറഞ്ഞേക്കണം. ഇതാ ജ്യോതിർമയുടെ ശിവാനിയുടെയും കുതന്ത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. തൽക്കാലം ഇതിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. തിരികെ ചെന്നിട്ട് ആന്റി തന്നെയാണ് മോതിരം എടുത്തെന്ന് സമ്മതിച്ചോണം. പേടിക്കണ്ട. സമ്മതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്താ പറയണ്ടേ? പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. വായിങ്ങോട്ട്. തക്ക സമയത്ത് നിധിയെ ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അഭിനയത്തിന്റെ കാര്യത്തിൽ നിധിയേക്കാളും ഒട്ടും മോശമല്ല നിർമ്മലാമ്മയും. എന്തായിരുന്നു തിരിച്ചു വന്നിട്ടുള്ള ആ ഭാവപ്രകടനം? എന്റെ അമ്മോ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ. രണ്ടിന്റെയും വാല് മുറിഞ്ഞു. അത് മതി, സന്തോഷമായി. ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. അങ്ങനെയൊന്നും അടങ്ങുന്ന ആൾക്കാരല്ല ജ്യോതിർമയും ശിവാനിയും. അവരുടെ പ്രധാന ലക്ഷ്യം ഞാനല്ല, ഗൗതമ. ആ CKC ആണെങ്കിൽ ഗൗതമന്റെ ബിസിനസ് തകർക്കാൻ നോക്കുന്നു. ജ്യോതിർമയി ഈ കുടുംബം തകർക്കാൻ നോക്കുന്നു. എല്ലാത്തിനും കൂട്ടായി ആ ശിവാനിയുണ്ട്. ഗൗതമ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. CKC ജ്യോതിർമയി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഗൗതമനും അറിയാവുന്നല്ലേ ആ CKCയുടെ സ്വഭാവം വെറും വൃത്തികെട്ടവനാ. നിർമ്മലാമ്മ പറയുന്നത് വളരെ ശരിയാ. അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികൾ തന്നെയാ ഞങ്ങളും ആലോചിക്കുന്നത്. ആ CKCയും ജ്യോതിർമയി ഇല്ലെങ്കിൽ ശിവാനി താനെ അടങ്ങിക്കോളും. പ്രണവും ഗൗതമും പറയുന്നതെല്ലാം അവൾ അനുസരിക്കും. അതിന് ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല. രണ്ടുപേരെയും നാളെ എങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ആ സെർവന്റിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവൾ എന്നെയും CKC ഇവിടുന്ന് പുറത്താക്കാനുള്ള ഐഡിയ ഉപദേശിക്കുക. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൾ ഐറ്റം വേറെയാണെന്ന്. അല്ലെങ്കിൽ ആ മോതിരത്തിന്റെ ഇഷ്യൂല് കൃത്യമായിട്ട് എന്നെ കൊണ്ടുപോയി കൊടുക്കോ? രാക്ഷസി അവള്, രാക്ഷസി. അല്ല ശിവാനി, എനിക്കൊരു സംശയം. ഈ നിർമ്മല എന്ന് പറയുന്ന സ്ത്രീ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ? പക്ഷെ അവള് മൊത്തത്തിലൊരു രക്ഷകയുടെ വേഷമാണല്ലോ കെട്ടിയാടുന്നത്. ഒരിക്കൽ അവൾ CKC ഫോണിൽ സംസാരിക്കുന്നത് ചോർത്തി ഗൗതമിനെ രക്ഷപ്പെടുത്തി. ഇപ്പോ അവൾ എന്നെയും CKCയും പുറത്താക്കി ഈ കുടുംബത്തിനെ തന്നെ രക്ഷിക്കാനാണ് ആലോചിക്കുന്നത്. അവളുടെ പെരുമാറ്റം കണ്ടിട്ട് അവൾ സെർവന്റ് ആണെന്ന് തോന്നുന്നതേയില്ല.
വർത്തമാനമൊക്കെ ഒരുമാതിരി ഗൗതമിന്റെ പെറ്റമ്മയാണെന്ന ഭാവത്തിലല്ലേ? ആന്റിക്ക് ഈ സംശയം ഇപ്പോഴാണോ തുടങ്ങിയത്? ഇത് ഞാൻ അവൾ ഈ വീട്ടിൽ കാലുകുത്തി അന്നേ പറഞ്ഞു തുടങ്ങിയതാ. ആ നിധി ഓരോ പ്രശ്നങ്ങളിൽ നിന്നും നിർമ്മലയെ രക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തത്തിലൊരു വശപ്പിശക ലക്ഷണം ഇല്ലേ അതില്? അതെ. ഒരു കാര്യം ഉറപ്പാ ആന്റി, ഗൗതം, നിധി, നിർമ്മല ഈ മൂവർ സംഘം ശക്തി പ്രാപിച്ച അത് നമുക്ക് അപകടമാവും. ആ ടീം പൊളിയണമെങ്കിൽ ആദ്യം അതിൽ നിന്ന് നിർമ്മലയെ ഇല്ലാതാക്കണം. അവളാണിപ്പോ ഗൗതമിന്റെ നിധിയുടെയും പിന്നിലെ ശക്തി. അതെ ആന്റി, ഇനി ഒന്നും നോക്കണ്ട. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ നിർമ്മല ഈ വീട്ടിൽ നിന്ന് തുരത്തണം. വീട്ടിൽ നിന്ന് തുരത്താനോ? നോ, അങ്ങനെയല്ല വേണ്ടത്. അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. അവളിനി വേണ്ട, ജീവനോടെ വേണ്ട. ആന്റി, എങ്ങനെ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ കയ്യില്? യെസ്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. വെയിറ്റ്. എന്താ ഇത്? വേണമെങ്കിൽ ഇതിനെ മയക്കുമരുന്നെന്ന് വിളിക്കാം. കൃത്യമായി പറഞ്ഞാൽ ഒന്നാം തരം പോയ്സൺ. ഈ പൊടി ചായയിലോ കാപ്പിയിലോ പാലിലോ കലക്കി കൊടുത്താ മയങ്ങി വീഴും. ഇത് മുഴുവൻ ഉള്ളിൽ ചെന്നാ ശുഭം. തീർന്നു, ചത്തുപോകും. അപ്പോ ഇത് മുഴുവൻ നിർമ്മലയ്ക്ക് കൊടുക്കല്ലേ? അയ്യോ, അത് വേണ്ട, പാതി, അത് മതി. പാതി കഴിച്ച മയങ്ങേ ഉള്ളൂ എന്നല്ലേ ആന്റി പറഞ്ഞേ? എന്തിനാണ് നമ്മൾ വിഷം കൊടുത്ത് കൊന്നൊരു പേരുദോഷം ഉണ്ടാക്കി വെക്കുന്നത്? അവള് മയങ്ങിയാ മതി. എന്നിട്ട് മയങ്ങി വീണ് കഴിയുമ്പോഴേക്കും എന്റെ ആളുകൾ ഇവിടെ എത്തും. അവളെ പൊക്കിയെടുത്ത് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളഞ്ഞോളും. പിന്നെ വരുന്ന വാർത്ത ഈശ്വരമംഗലത്തെ വേലക്കാരി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തോന്നായിരിക്കും. അതുകൊള്ള ആന്റി, അത് മതി. അല്ലാണ്ടി ഇത് എപ്പോഴത്തേക്ക് നടത്താനാ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ നടക്കില്ല. നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ. അവളുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാൻ നമുക്ക്. മതി, അത് മതി. ബിസിനസ് ടൂർ കഴിഞ്ഞ് വസുന്ധര വരുമ്പോ ശിവാനിക്ക് വസുന്ധരയോട് പറയാൻ ഒരു സന്തോഷ വാർത്തയാണിത്. നിർമ്മല മരിച്ചു എന്ന വാർത്ത. ആന്റി വരുന്നവരെന്ന് ഞാൻ കാത്തിരിക്കില്ല. നിർമ്മല ചത്തു എന്നറിഞ്ഞ സ്പോട്ടിൽ ഞാൻ വിളിച്ച് വസുന്ധര ആന്റിയോട് കാര്യം പറയും.